DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനും അതോടൊപ്പം നിങ്ങൾക്ക് വലിയ തുക പിഴ ലഭിക്കുന്നത് ഒഴിവാക്കുവാനും ഈ ഇൻഫർമേഷൻ സഹായിക്കും. വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. കുടുംബത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക സ്ഥിതി പരിഗണിച്ചാണ് മഞ്ഞ, പിങ്ക്, നീല, വെള്ള എന്നീ വിഭാഗം റേഷൻ കാർഡുകൾ ഓരോ കുടുംബങ്ങൾക്കും ലഭിക്കുന്നത്. അതിനാൽ കുടുംബങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഉയരുന്നതും താഴുന്നതുമനുസരിച്ച് റേഷൻ കാർഡുകൾ തരം മാറ്റേണ്ടതുണ്ട്. അതായത് മഞ്ഞ, പിങ്ക് റേഷൻ കാർഡ് ലഭിച്ചവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടാൽ അവർ ആ കാർഡുകൾ തിരികെ നൽകി പകരം APL കാർഡുകളായ നീല, വെള്ള റേഷൻ കാർഡിലേക്ക് മാറേണ്ടതാണ്. അങ്ങനെ മാറിയില്ലെങ്കിൽ റേഷൻ വിഹിതങ്ങൾ വാങ്ങിയതിൻ്റെ മാർക്കറ്റ് വില പിഴയായി ഈടാക്കുകയും BPL കാർഡ് പിടിച്ചെടുത്ത് വെള്ള റേഷൻ കാർഡിലേക്ക് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ തരം മാറ്റുന്നതാണ്. അതുപോലെ നീല, വെള്ള റേഷൻ കാർഡുള്ളവർ BPL റേഷൻ കാർഡായ പിങ്ക് കാർഡിന് അർഹരാണെങ്കിൽ സർക്കാർ അപേക്ഷ ക്ഷണിക്കുമ്പോൾ അപേക്ഷിച്ച് BPL റേഷൻ കാർഡിലേക്ക് മാറേണ്ടതാണ്. നിലവിൽ പുതിയ റേഷൻ കാർഡ് അനുവദിക്കുമ്പോൾ എല്ലാവർക്കും വെള്ള റേഷൻ കാർഡാണ് നൽകുന്നത്. പിന്നീട് പിങ്ക് റേഷൻ കാർഡിൽ ഒഴിവ് വരുന്നതനുസരിച്ച് അർഹതയുള്ളവർക്ക് അപേക്ഷ ക്ഷണിച്ച് മുൻഗണനാ വിഭാഗം പിങ്ക് റേഷൻ കാർഡ് അനുവദിക്കുന്നതാണ് സംസ്ഥാനത്തെ നിലവിലെ രീതി. ഓരോ സംസ്ഥാനത്തെയും മുൻഗണനാ വിഭാഗം കാർഡുകളുടെ എണ്ണത്തിൽ കേന്ദ്ര സർക്കാർ ഒരു കോട്ട നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകുവാൻ സംസ്ഥാനത്തിന് കഴിയുകയില്ല. അതിനാൽ സാമ്പത്തികമായി മെച്ചപ്പെട്ട കുടുംബങ്ങൾ മുൻഗണനാ കാർഡ് തിരികെ നൽകി പൊതുവിഭാഗം വെള്ള കാർഡിലേക്ക് മാറുന്ന ഒഴിവുകളും അതോടൊപ്പം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അനർഹരുടെ പക്കൽ നിന്ന് പിടിച്ചെടുക്കുന്ന കാർഡുകളുടെ ഒഴിവിലേക്കുമാണ് വർഷത്തിൽ പലതവണ പൊതുവിഭാഗം നീല, വെള്ള റേഷൻ കാർഡുകാരിൽ നിന്നും മുൻഗണനാ റേഷൻ കാർഡിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കാറുള്ളത്. ആ അവസരത്തിൽ അപേക്ഷ വയ്ക്കുന്ന നീല, വെള്ള റേഷൻ കാർഡിലെ അർഹർക്ക് മുൻഗണനാ വിഭാഗം പിങ്ക് റേഷൻ കാർഡുകൾ അനുവദിക്കും. മുൻഗണനാ വിഭാഗം പിങ്ക് റേഷൻ കാർഡുകൾ ലഭിക്കുന്നവർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ അരിയും ഗോതമ്പും ലഭിക്കുന്നതും കൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യവും ലഭിക്കും. കുടുംബത്തിന് 5 ലക്ഷം രൂപ വരെ ലഭിക്കുന്ന ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച മാസം 1000 രൂപ വീതമുള്ള സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി, കേരള വാട്ടർ അതോറിറ്റിയിൽ നിന്ന് മാസം തോറും സൗജന്യ കുടിവെള്ളം, വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇളവും സ്കോളർഷിപ്പുകളും പോലുള്ളവ ലഭിക്കുന്നതിനും മുൻഗണനാ വിഭാഗം റേഷൻ കാർഡ് ആവശ്യമായി വരുന്നതാണ്. ഇപ്പോൾ നീല, വെള്ള റേഷൻ കാർഡുകളിൽ നിന്നും പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറുവാനായി സംസ്ഥാന സർക്കാർ വീണ്ടും അപേക്ഷ ക്ഷണിച്ചിരിക്കുന്ന സമയമാണ്. കഴിഞ്ഞ തവണ അപേക്ഷിച്ചവരിൽ ഭൂരിഭാഗം പേർക്കും പിങ്ക് റേഷൻ കാർഡ് ലഭിച്ചിരുന്നു. പിങ്ക് റേഷൻ കാർഡ് ലഭിക്കുന്നതിനുള്ള യോഗ്യതകൾ ഇനി പറയുന്നവയാണ്. സർക്കാർ ജീവനക്കാർ, പൊതുമേഖലാ ജീവനക്കാർ, സഹകരണ മേഖലാ ജീവനക്കാർ, അർദ്ധ സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിവരോ ഇവിടങ്ങളിൽ നിന്ന് പെൻഷൻ പറ്റിയ സർവീസ് പെൻഷനർമാരോ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ BPL റേഷൻ കാർഡിന് അപേക്ഷിക്കുവാൻ കഴിയുകയില്ല. അതുപോലെ 25,000 രൂപയിൽ കൂടുതൽ പ്രതിമാസ വരുമാനം, 1000 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വലിപ്പമുള്ള വീട്, 1 ഏക്കറിൽ കൂടുതൽ പുരയിടം, ആദായ നികുതി അടക്കുന്നവർ, ഏക ഉപജീവന മാർഗമല്ലാത്ത 4 ചക്ര വാഹനമുള്ളവർ എന്നിവയിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഉള്ളവർക്ക് മുൻഗണനാ പിങ്ക് കാർഡിന് അപേക്ഷിക്കുവാൻ അർഹതയില്ല. ഇതിലൊന്നിൽ പോലും പെടാത്ത നീല, വെള്ള റേഷൻ കാർഡുകാർക്ക് മുൻഗണനാ പിങ്ക് റേഷൻ കാർഡിനായി ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കുന്നവരിൽ മാരകമായ അസുഖമുള്ളവർ, അതായത് ക്യാൻസർ, എയ്ഡ്സ്, വൃക്കരോഗം, ഹൃദ്രോഗം പോലുള്ള അസുഖം മുതലായവ, അതുപോലെ ഓട്ടിസം ബാധിച്ച കുട്ടികളുള്ളവർ, നിരാലംബരായ വിധവകൾ, സർക്കാരിൻ്റെ കീഴിലുള്ള ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ടവർ, പരസഹായമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത അവശർ, കിടപ്പ് രോഗികൾ എന്നിവരുടെ അപേക്ഷകൾക്കാണ് പ്രഥമ പരിഗണന ലഭിക്കുക. കൂടാതെ റേഷൻ കാർഡ് ഡാറ്റയിലെ വിവരങ്ങൾക്കനുസരിച്ച് ഒരു റാങ്ക് പട്ടിക തയ്യാറാക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ആ റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുന്നവരുടെ അപേക്ഷകൾ മാത്രമേ പിന്നീട് കാർഡ് മാറ്റുന്നതിനും പരിഗണിക്കുകയുള്ളൂ. അർഹതയുള്ള നീല, വെള്ള കാർഡുകാർ വീടിൻ്റെ തറവിസ്തീർണം തെളിയിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം, സ്ഥലത്തിൻ്റെ 2025 വർഷത്തിൻ്റെ നികുതി രസീത്, പഞ്ചായത്ത് സെക്രട്ടറിയുടെ BPL സാക്ഷ്യപത്രം, വില്ലേജ് ഓഫീസുകളിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ്, പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, അതുപോലെ ഭവന നിർമ്മാണ പദ്ധതി വഴി ലഭിച്ചവർ, ജീർണാവസ്ഥയിലുള്ള വീടുള്ളവർ, വൈദ്യുതി, കുടിവെള്ള കക്കൂസ് എന്നിവയില്ലാത്തവർ, അത് തെളിയിക്കുന്നതിനുള്ള സാക്ഷ്യപത്രവും, പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവർ, ക്ഷേമനിധി അംഗത്വത്തിൻ്റെ പാസ്ബുക്കിൻ്റെ പകർപ്പ്, മാരക രോഗങ്ങളുള്ളവർ, അത് തെളിയിക്കുന്ന ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് എന്നിവ കൂടി അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യുക. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ഓൺലൈനായി അപേക്ഷ നൽകാം. നിലവിൽ 1 മാസത്തിലധികമായി അപേക്ഷകൾ ക്ഷണിച്ചിട്ട് ഈ ഡിസംബർ 31 വരെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. അങ്ങനെ സമർപ്പിച്ച വീട്ടിൽ നിന്ന് അർഹരായവർക്ക് പുതുവർഷത്തിൻ്റെ തുടക്ക മാസങ്ങളിൽ തന്നെ BPL റേഷൻ കാർഡായ പിങ്ക് റേഷൻ കാർഡ് ലഭിക്കുന്നതാണ്. മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.